നമസ്കാരം, എല്ലാവർക്കും ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസമാണ്. ഞാൻ പച്ചരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, ഒരു 3 എണ്ണം ഏലക്കായ, പച്ചരി 1/2 കപ്പ്, 1/4 കപ്പ് ടു 1/2 കപ്പ് അത്രയും മതി. പിന്നെ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്, ഇത്തിരി ഡ്രൈഡ് ജിഞ്ചർ പൗഡറാണ്, പിന്നെ ഒരു നുള്ള ഉപ്പ്, കൽക്കണ്ടത്തിൻ്റെ ഒരു 3-4 ചെറിയ പീസായിട്ടുള്ളത്, ശർക്കര 250 ഗ്രാം. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. പിന്നെ ഇത് അരി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും. ഇനി എങ്ങനെയാണ് നമുക്ക് പായസം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് പാലോ തേങ്ങാപ്പാലോ ഇതൊന്നും ചേർക്കുന്നില്ല, വെള്ളത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യമേ നമുക്ക് ശർക്കര പാനിയാക്കിയെടുക്കാം. ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ഏകദേശം ഒരു 250-240 ml വാട്ടറാണ് 1 ഗ്ലാസിൻ്റെ അളവ് വരുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ ഇതെന്തായാലും ഒരു 10 മിനിറ്റ് സമയം എടുക്കും. ചെറു തീയിലിട്ടിട്ട് നമുക്കിത് ബോയിൽ ചെയ്ത് വറ്റിച്ചെടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ബബിൾസൊക്കെ മാറി ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബബിൾസായിട്ട് വരും. അതാണ് ശർക്കരപ്പാനി ആയി എന്നുള്ളതിനുള്ള കറക്റ്റ് തെളിവ്. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ശർക്കരപ്പാനി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്ത അരിയാണ്. നമ്മൾ നെയ്യിലാണ് ഇതൊന്ന് വറുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിക്കാം. ആദ്യമേ നമുക്ക് നമ്മുടെ മുന്തിരി ഒന്ന് വറുത്തെടുക്കാം, നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് തേങ്ങയുടെ കൊത്ത് വേണമെങ്കിലും ഇട്ടിട്ട് നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല, നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് വാങ്ങി വയ്ക്കാം. ഇതേ നെയ്യിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് ഇട്ടിട്ട് ഒന്ന് നെയ്യുമായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ പച്ചരി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പച്ചരി ഒന്ന് വറുത്തായിരുന്നു. ഒരു 2 മിനിറ്റ്, ഒരു മിനിറ്റ് ടു 2 മിനിറ്റ് ഇതൊന്ന് സാധാരണ ചട്ടിയിലിട്ടൊന്ന് വറുത്തു. അതിനുശേഷമാണ് കഴുകി വീണ്ടും ഊറ്റിയെടുത്തത്. അപ്പം ഇതിനകത്തുള്ള പച്ചച്ചോവയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നേരിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊരു 1/2 ലിറ്റർ വെള്ളം പച്ചരി വേവാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് പശപ്പോ കുഴഞ്ഞു പോവോ ഒന്നുമില്ല. നമുക്ക് ഉണക്കലരി കൊണ്ടാണ് നോർമലി എല്ലാവരും പായസം വെക്കാറ്. പക്ഷെ നമുക്കത് അവൈലബിൾ അല്ലെങ്കിൽ സാധാരണ പച്ചരി, ഇഡ്ഡലി റൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ മറ്റേ ദോശയ്ക്കും വെള്ളപ്പത്തിനൊക്കെ അരയ്ക്കാവുന്ന അതേ പച്ചരി വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് തുറന്നു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള വെള്ളം മുഴുവനായിട്ടും വറ്റാനായിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം കറക്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട്, വെന്ത് കഴിഞ്ഞു. ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല. അതിന് മുമ്പായിട്ട് തന്നെ കറക്റ്റ് അരിയുടെ വേവ് പാകാക്കി നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നന്നായി നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചെറിയ തീയിലിട്ട് തിളച്ച് വരണം. ഒറ്റയടിക്ക് വറ്റിക്കരുത്. ഇതിനകത്ത് ഈ മധുരം, ശർക്കരയുടെ മധുരം എല്ലാം കൂടെ ഇതിനകത്തേക്ക് പിടിക്കണം, അരിക്കകത്തേക്ക് പിടിക്കണം. എടുത്തു വെച്ചിരിക്കുന്ന 3
ഏലക്കായ ഈ സമയത്ത് നന്നായി ചതച്ച് ഇട്ട് കൊടുക്കുക. കൂടാതെ മധുരത്തിന്, അത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പനക്കൽക്കണ്ടാണ്. ആ പനക്കൽക്കണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. അരിയിലേക്ക് ഈ മധുരവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് കുറുകി വരുന്നത് വരെയും ഇത് വേവിച്ചു കൊടുക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, മുന്തിരി, ഒരു നുള്ളുപ്പ്, പിന്നെ ഡ്രൈഡ് ജിഞ്ചർ പൗഡർ, അതൊരു നുള്ളേ ഉള്ളൂ കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പായസത്തിലേക്ക്. ഇപ്പം തന്നെ ഭയങ്കര സ്മെല്ലാണ്. ആ നെയ്യുടെയും ശർക്കരയുടെയും ഏലക്കായ, തേങ്ങ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ഭയങ്കര ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പവുമാണ്. പായസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പാലുണ്ടാക്കേണ്ട ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. കുറുകി നല്ല പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണോ കുറവ് കൂടുതൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്കെല്ലാം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിക്കുവാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ശർക്കര പായസം, അതും നമ്മുടെ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസനായിട്ടാണ് ഇത് വേണ്ടിയത് എങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു അരമുറി തേങ്ങയുടെ പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചാൽ മതി. ഇറക്കി കഴിഞ്ഞതിന് ശേഷം നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ലൂസായിട്ടുള്ള പായസം നിങ്ങൾക്ക് ഇതേ അളവിൽ തന്നെ മതി. ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ശർക്കര പായസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്തൊരു നല്ല വിഭവമായിട്ട് നമുക്കിനി കാണാം. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. താങ്ക് യു.